അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ ആളുകൾ, അതിൽ കൊച്ചുകുട്ടികൾ ഉണ്ട്, പ്രായമായവർ ഉണ്ട്, വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു രാത്രിയായിരുന്നു അന്ന്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു കൊച്ചുകുട്ടി ആ കുടീരത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. അത് പേരറിയില്ല നമുക്ക്, എങ്കിൽ പോലും ഊഹിക്കാവുന്നതേയുള്ളൂ. അനീഷ്, ഇത്തരം കാഴ്ചകൾ അത് ഇപ്പോഴും മലയാളികളുടെ ഒരു നൊമ്പരക്കാഴ്ചയായി ശേഷിക്കുകയാണ്. തീർച്ചയായും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, അതായത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാലത്ത് ഈ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചെലവഴിച്ച ഇടങ്ങളാണ്. പക്ഷേ അവിടേക്ക് തിരിച്ചു വരുമ്പോൾ ആ ദിവസങ്ങളുടെ ഒരു ഓർമ്മ ഒരുപക്ഷെ നമ്മളെയും വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഈ കാണുന്ന കുഴിമാടത്തിൽ അർപ്പിച്ചിരിക്കുന്നത് ഒരു തൊപ്പിയാണ്. ഒരു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ ഒരു ഓർമ്മയിൽ അവരങ്ങനെ വിതുമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഓർമ്മകളുടെ ഒരു തിരതള്ളൽ ഉള്ളിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരെ തന്നെ മറന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഓരോ ഇടങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. അന്ന് തന്നെ പോലും ഒരുപക്ഷെ പലപ്പോഴും ഈ കബറിടത്തിലൊക്കെ എത്തിക്കുന്നതിന് മുമ്പ് മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DNA പരിശോധനകൾ വഴിയൊക്കെയാണ് അന്ന് തിരിച്ചറിയാൻ കഴിയും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ പരസ്പരം തോളോട് തോൾ ചേർന്ന് അവരുടെ അന്നത്തെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഓരോരുത്തർക്കും ഓരോരോ കഥകളാണ് പറയാനുള്ളത്. 100 കഥകളാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം വളരെ ഐക്യത്തോടു കൂടി വളരെ ശാന്തമായി ആളുകൾ ജീവിച്ചിരുന്ന ഒരു ഇടമായിരുന്നു ചൂരൽമല. അവിടെ നിന്നാണ് ഇത്ര വലിയ ദുരന്തം വേട്ടയാടപ്പെട്ടത്. അമ്മ, നിങ്ങളൊക്കെ എവിടെ ഏത് ഭാഗത്തായിരുന്നു? ഞങ്ങളൊക്കെ പുഞ്ചിരിമട്ടത്തായിരുന്നു, മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പിന്നെ പൊട്ടി വരുന്ന കണ്ടിട്ട് ഓടി 10 ഏക്കറയിൽ റിസോർട്ടിൽ പോയിട്ടിരുന്നതാണ്. അങ്ങനെ നേരം വെളുപ്പിച്ച് നോക്കുമ്പോഴത്തേനും മൊത്തം നിരത്തി പോയിക്കുക, വീടും ആളുകളെയൊക്കെ നിരത്തി പോയിക്കുക. പ്രക്ഷോഭം എൻ്റെ മോനാണ്. എത്ര വയസ്സുണ്ടായിരുന്നു? 42 വയസ്സ്. പിന്നെ മരുവോൾക്ക് 38 വയസ്സ്. എൻ്റെ പേരക്കുട്ടി 14 വയസ്സ്. 3 ആളായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ എവിടെ താമസിക്കുന്നിട്ട്? ഇപ്പൊ ഞങ്ങള് ടൗൺഷിപ്പിൽ അവന്തികയ്ക്ക് വീട് കിട്ടിയിട്ട് ആ വീട്ടിൽ ഞങ്ങള് താമസിക്കുകയാണ്. അവന്തിക എന്റെ കൂടെ. കൊച്ചുകൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? പൈസ ഒക്കെ കിട്ടുന്നുണ്ടാണ്? സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്? സർക്കാർ സഹായം നല്ലുണ്ട്. അതും കൊണ്ട് തന്നെ ജീവിക്കുന്നതും. വീട്ടിൽ കയറി കിടക്കാൻ പറ്റുന്നുണ്ട്. കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് അവന്തിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് മോളെയും നോക്കിയിട്ട് ഞാൻ അവിടുത്തെ അതേ പ്രദേശത്തുള്ളവരാണ്. പ്രക്ഷോഭം എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. 1 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവർ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് ഏരിയയിലുള്ളവർ തന്നെയാണ്. നമ്മൾ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തുള്ളവർ തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാ ഫാമിലിയും ഒക്കെ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. നമ്മളൊരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നവരാണ്. ജീവിതം മാത്രം, സ്വന്തം ജീവിതം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. 1 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും. നിങ്ങളുടെ വീടൊക്കെ നശിച്ചാൽ? നമ്മളെ വീട്ടിൽ മുട്ടോളം ചളിയേറി. ഇവരെ അമ്മയുടെ മോളും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടേക്കാണ് അഭയം തേടി അന്ന് പോയത്. പിന്നെ അവിടെ ഞങ്ങൾ ത്രിവാലി റിസോർട്ടിലേക്കാണ് ഞങ്ങൾ അന്ന് മാറിപ്പോയത്. ഡേഞ്ചർ തന്നെയായിരുന്നു. നല്ല എൻ്റെ കാലം ഒരു ഭാഗം മണ്ണിൽ ചെളിയിൽ കുടുങ്ങി കാലൊക്കെ വലിച്ച് അങ്ങനെയാണ് പോയത്. പിന്നെ അച്ഛനും അമ്മയും രാത്രി അവിടെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെയാണ് അവരെ ഞങ്ങൾ മാറ്റിയത്. ഏതിൽ കൂടെ പോകേണ്ടത് നമുക്കന്ന് അറിയുന്നില്ല. ഫുൾ കാണുന്ന വഴികളൊക്കെ ഫുൾ ബ്ലോക്കായിരുന്നു. അവിടെയൊക്കെ കൊടിനാരിക്ക് നമ്മൾ രക്ഷപ്പെട്ടത് തന്നെയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വീടുത്തെ 2 ചേട്ടന്മാരാണ് പോയത്. വിജയപാലന്, പിന്നെ രാമസ്വാമി പറഞ്ഞവര്. ഇവര് STT കോട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. പ്രക്ഷോഭം കൂടെ ഉണ്ടായിരുന്നില്ല? ഞങ്ങളവിടെ വേറെ ആയിരുന്നു. മോൻ പാടിയിലായിരുന്നു, ഞങ്ങള് സ്വന്തം വീട്ടിലായിരുന്നു. വീട്ടിൽ നിങ്ങൾ റിസോർട്ടിലേക്ക് മാറിയത്. ഞങ്ങള് വീട്ടിൽ നിന്ന് റിസോർട്ടിലേക്ക് ഓടി കഴിച്ചില്ലായതാണ്. മോന് പാടിയിലായിരുന്നു. നിങ്ങളൊക്കെ മുണ്ടക്കൈ വീടൊക്കെ പോയോ? വീടൊന്നും പോയിട്ടില്ല. നമ്മൾ അതിന്റെ ഉരുൾപൊട്ടുന്നതിന്റെ തലേന്ന് തന്നെ അവിടുന്ന് പോയി. ഇപ്പൊ താമസം ഇപ്പൊ മേപ്പാടി.
വാടകയ്ക്ക് താമസിക്കുന്നത്. വാടക കിട്ടുന്നുണ്ട്, ദിനപത്തി അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. അല്ല, വീട് കിട്ടിയില്ലേ? ഇല്ല, വീടും കിട്ടിയില്ല. ഇപ്പം കൊടുത്തിട്ടുണ്ട് ലിസ്റ്റില്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞൊഴിവാക്കിയ ആളുകളുടെ കൂട്ടത്തിലുള്ള അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാ. അവരെന്താ പറയുന്നത്? ഇതപ്പോ വരും, ഇപ്പൊ വരും, ഇത് വന്നുകൊണ്ടിരിക്കും, ഇപ്പൊ വരും, അടുത്ത ലിസ്റ്റിൽ വരും, പിന്നെ വരും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞാനൊക്കെ മുണ്ടക്കയിൽ തറ ഇട്ട് വെട്ടലൊക്കെ അടിച്ചു വെച്ചിട്ട് പിന്നെ വീട് പണി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ ഉരുളോട്ടുണ്ടെന്ന് രാത്രി നമ്മൾ പാടിയിലായിരുന്നു. അന്ന് പിന്നെ ഓടിയപ്പോഴേക്ക് ഇത്ര വെള്ളത്തിലും ചാടിയാൽ എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടതാ. ഇതുവരെ വീടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. നമ്മൾ എല്ലാ ലിസ്റ്റും കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. തറയിൽ നിന്നെടുത്ത ഫോട്ടോ, പിന്നെ 5 സെന്റ് സ്ഥലത്തിന്റെ നെയ്സിട്ട്, പിന്നെ 2 ലക്ഷം ലൈഫിൽ നിന്ന് പാസ്സായതാ വീട്. നമുക്ക് അതൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് വീടൊന്നും കിട്ടിയില്ല. എന്താണ് അവർ പറയുന്നത്? അവർ പറഞ്ഞത് അപ്പൊ ലിസ്റ്റിൽ വരും. എപ്പോഴും പറയുന്നുണ്ട് 50 ലിസ്റ്റ്, 50 ആളെ പേര് ഇനിയും വരുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ സർക്കാരിന്റെ കോട്ടേഴ്സിൽ കൽപ്പറ്റ. മറ്റു ബത്തൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ ആ 10 കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വാടകല്ല, സർക്കാരിന്റെ വീടായതുകൊണ്ട് വാടകല്ല. വാടകയില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ. എങ്ങനെ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നപ്പം? ആ 9,000 കൊണ്ട് അങ്ങനെ ജീവിക്കാം. നമുക്ക് 2 മാസം ഭത്ത കിട്ടി. പിന്നെ എന്താന്നറിയില്ല, കിട്ടുന്നില്ല. 2 മാസം കിട്ടിയുള്ളൂ. പിന്നെ എന്താന്നറിയില്ല, ആരെങ്കിലും ഇടപെട്ടോ ഒന്നും അറിയില്ല. നമുക്ക് ജോലിയൊക്കെ ഉണ്ടോ? അതോ ജോലിയൊന്നുമില്ല. വേറെ ആരുണ്ട് വീട്ടിൽ? എന്താ ചോദിക്കുമ്പോ എന്താ പറയുന്നത്? അവര് വീടൊന്നും തരുന്നില്ല. നമ്മളെന്ത് പറയാനാ? അവർക്ക് ലിസ്റ്റിൽ വരും എന്നെല്ലാം പറഞ്ഞു. മുമ്പേ ഞങ്ങളോട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, എല്ലാം കൊടുത്തു. വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം വീട് കൊടുക്കും. നമുക്ക് വഴിയില്ല ഇപ്പം പോവാൻ. അവിടെ താമസിക്കാൻ പറ്റും, പക്ഷെങ്കിൽ വഴിയില്ല പോവാൻ. മഴക്കാലത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ മേപ്പാടിയിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് വാടക തരുന്നുണ്ട് അവർ. അതാണ് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ ഈ ഒരു വീടില്ലായ്മ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീട് അത്ര അതേമാതിരി ഇവർക്കൊന്നും വീടില്ലല്ലോ. കുറെ ആൾക്കാർക്കുണ്ട് വീടില്ലാതെ. അർഹരായ ആൾക്കും വീട് കിട്ടിയില്ല ശരിക്ക്. അതാണ്. നോക്കാം. ഞാൻ തറട്ടിന്റെ അപ്പുറം ഇപ്പുറം എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമല്ല. അമ്മയുടെ വീടിന്റെ അപ്പുറത്തും എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമല്ല. തറയിട്ട് വെട്ടലും അടിച്ചു വെച്ച് നമ്മളെല്ലാം ചെയ്തിട്ടും നമുക്ക് മാത്രമല്ല. നമ്മൾ കുറേ പരാതി കൊടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നവരെ ഞാൻ ചെയ്യും. കാരണം എനിക്ക് വേറെ വീടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെ സർക്കാർ ഒഴിയാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? അതുവരെ ഞാൻ പറഞ്ഞു അവരടുത്ത്, ഞാൻ നിങ്ങൾ വീട് വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എന്നോട് വേറെ വഴിയേ ഇല്ല. ഞാനും ഒരു മോനും ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആത്മഹത്യ ചെയ്യല വേറെ വഴിയില്ല. ഒന്നുമല്ല, എല്ലാം ശരിയാവും. അല്ല, അങ്ങ് അത്ര വരെ എത്തിക്കണം നമുക്ക്. കാരണം ഈ 9,000 കൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഇപ്പോഴത്തെ സാധനത്തിന്റെ വിലയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അഭിലാഷതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. പൊട്ടിയെന്ന് ഞാൻ ഇത്രയും വെള്ളത്തിൽ പോയതാ. രാത്രി ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ 84 പോലെ ഒരു വെള്ളം വരവുണ്ടായിരുന്നു. 84 ഒരു ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ മഴയായിരുന്നു ഒന്ന് പെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ആ പാടിയിൽ ഞാനും എന്റെ മോനും അപ്പുറത്തെ ഒരു റൂമിൽ ഒരാളുണ്ടായിട്ടുള്ളൂ. ഞാൻ പറയും എവിടേക്കാ ദൈവമേ നമ്മൾ ഓടുക എന്ന് പറഞ്ഞ് നെല്ലത്ത് കൈവച്ച് ഞാൻ കരയായിരുന്ന രാത്രി. അപ്പോഴാണ് പൊട്ടി വന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. ബാത്റൂമിൽ പോയതാ. പൊട്ടി വന്ന് കണ്ടപ്പോഴാണ് ഞാൻ എടുത്ത് ചാടിയതിലാണ് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രശ്നമില്ലായിരുന്നു, അതോട് കഴിഞ്ഞിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവശ്യമില്ലല്ലോ. എന്തായാലും സമൂഹ പ്രാർത്ഥന തുടരുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം തലച്ചായ്ക്കാൻ ഇടമില്ലായ്ക എന്നതൊരു വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരും തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ബന്ധുക്കളെയും ഒക്കെ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. സമൂഹ പ്രാർത്ഥന ഒരു വശത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് തങ്ങളുടെ ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. അനീഷിനോട് ഇപ്പോൾ പ്രതികരിച്ച അമ്മയുടെ വാക്കുകളാണ് അധികൃതർ കേൾക്കേണ്ടത്. അവർ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തന്നെ ജീവിച്ചവർ ആണ്, അധ്വാനിച്ച് ജീവിച്ചവർ ആണ്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ എത്രയോ നാളായി അവർക്കൊരു വീട് കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. 9,000 രൂപ അവർക്ക് മാസം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളൊന്നും ഇപ്പോഴും മാനസികമായി ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല, ഒരു തിരിച്ചുവരവിന് പ്രാപ്തരായിരിക്കില്ല. അവർക്ക് ജോലിസ്ഥലത്തേക്ക് കൃത്യമായി പോകാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഏറ്റവും അടിയന്തരമായി വേഗത്തിൽ അവർക്ക് ആ വീട് ഒരുക്കി കൊടുക്കേണ്ടത് അധികൃതരുടെ ആവശ്യമാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, കടമുറികൾ ഇല്ലാതായവരുണ്ട്, ഏറ്റവും നല്ല നിലയിൽ ജീവിച്ചു പോന്നവർ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇവരുടെ ബാങ്ക് കടം എഴുതിത്തള്ളും എന്ന് പോലും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നുകൂടി നമുക്ക്